ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പട്ടാമ്പിയിലേക്ക് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്കൊരു വിശേഷം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ലച്ചുമോളുടെ കാത് കുത്തിയിട്ടുള്ള ആ ഒരു വിശേഷം. ഇപ്പോൾ നമ്മൾ പട്ടാമ്പിയിൽ വന്നിട്ടുള്ളത് ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രദർ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ അനിയത്തിയുടെ മോനാണ് കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റിനുള്ള പെണ്ണിനുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പെണ്ണിനുള്ള ഡ്രസ്സ് എടുത്തു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എനിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഉമ്മാക്കും പിന്നെ അബിക്ക് ഇച്ചുവിന് ഒക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് പട്ടാമ്പി നമ്മുടെ പെരിന്തൽമണ്ണ റൂട്ടിനാണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. അപ്പോൾ അധികമായിട്ടില്ല, തുടങ്ങിയിട്ട് നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ലച്ചുമോളുടെ കാത് കുത്തിയിട്ടുള്ള വിശേഷങ്ങൾക്ക് കിടക്കാം. ഈ ഒരു മാസം 21-ാം തീയതി ആയിട്ടായിരുന്നു നമ്മൾ കാത് കുത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നൊരു ദിവസം നമ്മൾ രാവിലെ ഇങ്ങനെ പറഞ്ഞു ഇന്നെന്തായാലും നമുക്ക് പോയി കാത് കുത്തിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. ഇക്കാട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇക്കാട് ഇങ്ങനെ രാവിലെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ വിശേഷം പറയാണ്ട്, എന്തായാലും വൈകുന്നേരത്ത് പറയാം, അതൊരു സർപ്രൈസാണ് എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചങ്ങരംകുളത്തുള്ള വിൻസെൻ്റ് അക്കര എന്ന് പറഞ്ഞ ഡോക്ടറെ ക്ലിനിക്കിലായിരുന്നു. കുട്ടികളുടെ ഡോക്ടറാണേ. അപ്പോൾ ഇവിടെ കാത് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗണ്ണൊന്നുമല്ല, നമ്മൾ നോർമലായിട്ട് തട്ടാന്മാർ കുത്തുമല്ലോ, നമ്മളെ ഒരു ആണി വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ കാത് കുത്തുന്നത്. കുട്ടികൾക്ക് എപ്പോഴും നല്ലത് അതാണല്ലോ. ഗണ്ണൊക്കെ ആകുമ്പോൾ ചില കുട്ടികൾക്ക് അത് പഴുക്കുന്നുണ്ട്. പിന്നെ മുക്കിൻ്റെ കമ്മൽ വെച്ചിട്ടല്ല കാത് കുത്തുക. പിന്നെ അതൊരു 10 ദിവസം കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയിടണം. പിന്നെ അത് മാറ്റിയിടുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ സ്വർണ്ണക്കമ്മൽ വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് കാത് കുത്തുന്ന പോലെ തന്നെ കുത്താമെന്ന് വിചാരിച്ചു. ഒരു 28 കഴിഞ്ഞപ്പോൾ തന്നെ കാത് കുത്തണമെന്ന് ഞങ്ങൾ വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് അബി ഉമ്മക്ക് പോയിട്ട് ഗോൾഡ് എടുത്ത് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അബി എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ മോൾക്കുള്ള കമ്മൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ തന്നെ മോൾക്ക് കാത് കുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് അങ്ങനെ അവൻ്റെ ഒരു സന്തോഷമല്ലേ, നമുക്ക് ആ കുട്ടിയുള്ള ഒരു ആങ്ങളല്ലേ, ഒരു ആങ്ങളയും പെങ്ങളും അല്ലേ. അപ്പോൾ അങ്ങനെ അവനെടുത്തതായിരുന്നു. അപ്പോൾ നമ്മൾ 40 ആകുമ്പോഴത്തേനും കാത് കുത്തണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഇപ്പോൾ പലരും പറഞ്ഞു 45-ൻ്റെ ആ ഒരു ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കാത് കുത്തുമായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുൻപായിട്ട് നമുക്ക് മോളുടെ 2.5 മാസത്തിലുള്ള കുത്തിവയ്പ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുൻപായിട്ട് നമുക്ക് ഈ ഒരു ചടങ്ങ് കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ വൈകി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോരോ കല്യാണങ്ങളായിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് കുറച്ചൊക്കെ വാശി ഉണ്ടായിരുന്നു. കാത് കുത്തുമ്പോൾ വേദന ഉണ്ടാവുമല്ലോ, അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആളൊക്കെ ആയി, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് കാത് കുത്തിയപ്പോൾ ആ ഒരു കുഞ്ഞ് കമ്മൽ ആ ഒരു കുഞ്ഞ് കാതിൽ കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പട്ടാമ്പി സാമിയിലേക്ക് വന്നിട്ടുള്ള വിശേഷം പറയാം അല്ലേ. നല്ല അടിപൊളി കടയാണ് കേട്ടോ, നല്ല സെലക്ഷനൊക്കെ ഉണ്ട്, എനിക്കിഷ്ടമായി. നമുക്ക് അബിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് 2nd ഫ്ലോറിലായിരുന്നു. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോവുകയാണ്. ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് ലിഫ്റ്റ് പേടിയായതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റെപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അവർ പറഞ്ഞു ലിഫ്റ്റിൽ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലിഫ്റ്റൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് കയറി നിന്നുകൊണ്ട് തന്നെ ഉമ്മയും ബ്രദറും ഒക്കെ എൻ്റെ കൂടാണ്ട് പോന്നു. ആദ്യം നോക്കണത് അബിക്കുള്ള ഷർട്ടാണ്. അപ്പോൾ ഷർട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അബിക്ക് ഒന്നും കണ്ട് കറക്റ്റ് സൈസ് എത്തിച്ചിട്ട് കിട്ടണില്ല. നമ്മളെപ്പോഴും കൂറ്റനാടുള്ള ആ ഒരു മാക്സിൽ നിന്നാണ് അവന് കൂടുതലായിട്ടും ഡ്രസ്സ് എടുക്കാറുള്ളത്, ഷർട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ അവൻ്റെ ആ ഒരു കറക്റ്റ് സൈസിനുള്ള ആ ഒരു ഷർട്ടൊന്നും ശരിക്കും കിട്ടണില്ല. ലാസ്റ്റ് നമ്മൾ അവിടുന്ന് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പാൻറ്റ്, പിന്നെ കുറച്ച് ഇന്നറുകൾ, ടീഷർട്ട് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ പാൻറ്റൊക്കെ ഞങ്ങൾ ഈ ഷർട്ട് സെലക്ട് ചെയ്യണ സമയത്ത് തന്നെ അവൻ പോയിട്ട് സെലക്ട് ചെയ്ത് ട്രൈ ചെയ്തിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻറ്റ് അതെടുത്തു. ഷർട്ട് എടുക്കാൻ പിന്നെ ഞാനും ഉമ്മക്ക് കൂടി ചെന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ബ്ലാക്ക് ഷർട്ടാണ് കേട്ടോ അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ വള്ളിയൊക്കെ തൂങ്ങിയിട്ടുള്ള ഇപ്പോഴത്തെ മോഡലാന്ന് പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു ജീൻസ് എടുത്തത്. പിന്നെ ഉമ്മ 2 കോട്ടൻ്റെ ചുരിദാർ ബിറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി നോക്കി, പിന്നെ ആ ഒരു മോഡൽ കിട്ടിയില്ല. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലച്ചുമോൾ ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. അവൾ ഉണർന്നപ്പോൾ ഞാൻ ആ ടേബിളിൽ ഇങ്ങനെ കിടത്തിയതായിരുന്നു. കൈ നല്ല കടച്ചിലുണ്ടായിരുന്നു കേട്ടോ, മുകളിലിങ്ങനെ എടുത്ത് നടന്നിട്ട്. അപ്പോൾ ഞാൻ ടേബിളിൽ കിടത്തിയപ്പോൾ നല്ല കളിയാണ്. അപ്പോൾ അബി ചെന്നിട്ട് അവളങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഫാൻസി ഐറ്റംസും പിന്നെ അബിക്ക് ബാഗും ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പട്ടാമ്പി തന്നെയുള്ള അലങ്കാർ എന്നുള്ളൊരു ഷോപ്പിൽ പോയിട്ട് എടുക്കാമെന്നിട്ട് വിചാരിക്കണത്.
അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഫാൻസി ആയാലും ഫുഡ് വെയർ ആയാലും ബാഗ് ആയാലും ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഇനി നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലച്ചുമോളുടെ കാതുകുത്തി വിശേഷം കൂടി നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്